ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആക്സിസ് ബാങ്കിന്റെ വേക്കൻസിയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ ആക്സിസ് ബാങ്ക് അതായത് ഇന്ത്യയിലെ നമ്പർ 2 ബാങ്കാണ്. അപ്പോഴത്തേക്ക് വളരെ നല്ല ബാങ്കാണ്. ഇവിടെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെതായിട്ട് പ്രഷർ ഏത് വർക്കിലും നമ്മൾ ഏർപ്പെട്ടാലും അവിടെയൊക്കെ അതിൻ്റെ വർക്കിൻ്റെതായിട്ടുള്ള പ്രഷറുണ്ട്. പ്രഷർ ഇല്ലാതെ നമുക്ക് ആരെങ്കിലും പൈസ തരുന്നെങ്കിൽ അവൻ നമ്മുടെ മുഴുവൻ യൂട്ടിലൈസ് ചെയ്തിട്ടേ നമുക്ക് പൈസ തരത്തുള്ളൂ. അപ്പം അതേത് ജോലിയാണെങ്കിലും ഇത് പറയാൻ കാര്യം, ഇന്ന് എനിക്ക് രണ്ടുപേര് മെസ്സേജ് വിട്ട് അവർക്ക് ഞാൻ ഇതിനു മുന്നേ ഇട്ടിരുന്ന HDFC ബാങ്കിന്റെ ICICI ബാങ്കിന്റെ അത് ഇന്റർവ്യൂ നടന്ന് അവർക്ക് ജോലി കിട്ടി. പക്ഷെ അവര് ജോലിക്ക് പോകുന്നില്ലെന്നാ പറയുന്നത്. കാര്യം ICICI ബാങ്കിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി അധികം ആർക്ക് ലക്കിലി കിട്ടുന്നതാ. പക്ഷെ അത് ജോയിൻ ചെയ്യുന്നില്ലെന്നാ പറയുന്നത്. ചെയ്യണോ വേണ്ടേ എന്നതിനെ പറ്റി അവര് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്. പലരും ഞാൻ എൻ്റെ വീഡിയോ ICICI ബാങ്കിന്റെ വേക്കൻസി ഇട്ടപ്പോൾ ഇത് പല പ്രാവശ്യം വന്നതാ, ഞങ്ങൾ അപ്ലൈ ചെയ്ത്, അപ്പം ഞങ്ങൾക്ക് ഒരു റിപ്ലൈ വന്നില്ല, റെസ്പോൺസ് ഒന്നും കിട്ടിയില്ലെന്ന് പലരും ഇത് മെസ്സേജ് ചെയ്തിരുന്നു, കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്തിരുന്നു. പക്ഷെ ഒന്ന് പറയട്ടെ, ഇത് കൺഫേം ആയല്ലോ. ഇപ്പം അതായത് രണ്ടുപേര് എന്നോട് പറഞ്ഞ് അവർക്ക് രാവിലെ മെസ്സേജ് വിട്ട് അവർ പറഞ്ഞ് അവർക്ക് ജോലി കിട്ടി, അവരുടെ ഇന്റർവ്യൂ നടന്ന് പാസ്സായി, അവർക്ക് ജോലി സെലക്ഷനായി. പക്ഷെ അവർ ജോയിൻ ചെയ്യണോ വേണ്ട എന്നതിനെ പറ്റി അവർ ചിന്തിക്കുകയാണ്. കാര്യം അവർ പറയുന്നത് ബാങ്ക് ജോലി വളരെ തീർച്ചയായിട്ടും പ്രഷറുള്ളതാണ്. നമ്മുടെ ഏത് ജോലിയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പ്രഷറുണ്ട്. അവർ ഈ പറഞ്ഞ രണ്ടുപേര് ബാങ്ക് മാത്രമേ ചിലപ്പോൾ ജോലിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞു കാണത്തുള്ളൂ. വേറെ ഏത് ജോലിയിലാണെങ്കിലും അതിൻ്റെതായിട്ട് പ്രഷർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എവിടെ നമ്മൾ ജോലി ചെയ്താലും. അപ്പം ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു റെപ്യൂട്ടഡ് ആണ്. അതായത് ഇവിടെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യം, ഓപ്പർച്യൂണിറ്റി നല്ലതാണ്. അതായത് 6000 ചില്ലുവാനും വേക്കൻസി ഉണ്ട്, ആൾ ഓവർ ഇന്ത്യയാണ്. ഇതിന്റെ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ എറണാകുളത്ത് ഇതിന്റെ വേക്കൻസി ഉണ്ട്. കോട്ടയത്ത് വേക്കൻസി ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ നോക്കുമ്പോൾ കോട്ടയത്ത് വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുവാൻ വേണ്ടി ആ ഒരു വെബ്സൈറ്റിൽ ഒഫീഷ്യൽ ആക്സിസ് ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇത് കോട്ടയത്തിന്റെ വേക്കൻസി ഫില്ലായിപ്പോയി. അവര് ആ വെബ്സൈറ്റിൽ നിന്ന് ആ വേക്കൻസിയുടെ അത് മാറ്റി. അപ്പോഴത്തേക്ക് അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ. പക്ഷേ ചെല്ലുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഫില്ലായി പോയാൽ അവർ പിന്നെ നമ്മളെ ശ്രദ്ധിക്കത്തില്ല. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അത് മാറ്റിക്കളയും. അപ്പം ഈ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ തരുന്ന എൻ്റെ ഒരു വീഡിയോ പോലും അത് ഫ്രോഡായിട്ടുള്ളതില്ല. അല്ലെങ്കിൽ ഞാൻ തരുന്ന വീഡിയോയിൽ നിന്ന് ഞാൻ ആരോടും പൈസ ചോദിക്കാറില്ല. നിങ്ങൾ തന്നെ അപേക്ഷിക്കണം, നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യണം. ഞാനൊരു വേക്കൻസി ഉണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ നോളേജിൽ വരുന്ന ഒരു വേക്കൻസി, ഇന്നടത്ത് വേക്കൻസി ഉണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ തരുന്ന ഒരു വേക്കൻസിക്ക് നിങ്ങൾ പൈസ അടയ്ക്കേണ്ട കാര്യമില്ല. പൈസ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ഫ്രോഡാണ്. നിങ്ങളിൽ നിന്ന് പൈസ ഈടാക്കിയിട്ട് അവർ കടന്നു കളയും. അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും പൈസ ഈ ഒരു ആക്സിസ് ബാങ്ക് എന്നല്ല ഏതെങ്കിലും വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ പൈസ കൊടുക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും. കാര്യം നമ്മൾ പല രീതിയിലുള്ള വെട്ടീരുകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബി കെയർ ആയിരിക്കുക. അത് കണക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ അപ്ലൈ ചെയ്യുന്നത്, ഇതിന്റെ ഏതൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് എന്താണ്, ഇതിന്റെ പരീക്ഷ ഫീസ് ഉണ്ടോ, എക്സാം എന്നാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനലിൽ വന്ന് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബും ലൈക്കുമാണ് എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ. ഞാൻ വേക്കൻസി നിങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെട്ട് ഈ വീഡിയോ ഉണ്ടാക്കി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആക്സിസ് ബാങ്ക് റിക്രൂട്ട്മെന്റ് 2025. ആക്സിസ് ബാങ്ക് 6100 പ്ലസ് വേക്കൻസി ഉണ്ട്. ആക്സിസ് ബാങ്ക് ജോബ് 2025 അപ്ലൈ ഓൺലൈൻ നിങ്ങൾ അപ്ലൈ ചെയ്യണം.
ഇവിടെ ഒരു ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ട് ആക്സിസ് ബാങ്കിന്റെ. ആക്സിസ് ബാങ്ക് ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻ ഫ്രം ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് ഫോർ ആക്സിസ് ബാങ്ക് റിക്രൂട്ട്മെന്റ് 2025. ഹിയർ ഈസ് എ ലോട്ട് ഓഫ് വേക്കൻസി ഇൻ 2025. You can apply if you are eligible. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യും. ആപ്ലിക്കേഷൻ ആർ ടു ബി സബ്മിറ്റഡ് ഓൺലൈൻ അറ്റ് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് റിക്രൂട്ട്മെന്റ്. ആക്സിസ് ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആക്സിസ് ബാങ്ക് റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഓൺലൈൻ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പരീക്ഷ ഫീസ് ഇല്ല, എക്സാം ഫീസ് ഇല്ല, എക്സാമും ഇല്ല. ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് ക്യാൻ റീഡ് ദ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആൻഡ് ക്യാൻ അപ്ലൈ ഓൺലൈൻ ഫോർ വേരിയസ് പോസ്റ്റ്. നിങ്ങൾക്ക് ഒരു പോസ്റ്റ് എന്നല്ല, നിങ്ങൾക്ക് പല പോസ്റ്റിന് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഓർഗനൈസേഷൻ ആക്സിസ് ബാങ്ക് പോസ്റ്റ് 6184 പോസ്റ്റ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ 10th 12th ആൻഡ് ഗ്രാജുവേറ്റ്. സെലക്ഷൻ പ്രോസസ് ഇന്റർവ്യൂ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അതായത് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് എക്സാമോ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. നിങ്ങൾ അയക്കുന്ന CV നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് ചെയ്യുന്ന CV അവരുടെ റിക്വയർമെന്റുമായിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ചിരിക്കും, ഇന്റർവ്യൂ നടത്തിയിരിക്കും. അതും എറണാകുളത്ത് വേക്കൻസി ഉണ്ട്, അത് നിങ്ങൾ ഓർക്കുക. ഓൺലൈൻ അപ്ലൈ ഡേറ്റ് 24 ഏപ്രിൽ തൊട്ട് ഇതിന്റെ തുടങ്ങി. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലൈ ജൂൺ 18 തീയതി വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് ഒരിക്കൽ കൂടി പറയുന്നത് 6100+ ആണ്. നെയിം ഓഫ് ഏതെല്ലാം പോസ്റ്റ് ആണ്? കാഷ്യർ ഉണ്ട്, ബാങ്കർ ഉണ്ട്, റിലേഷൻഷിപ്പ് ഓഫീസർ ഉണ്ട്, അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, PO ഉണ്ട്, സെയിൽസ് ഓഫീസർ ഉണ്ട്, PUN ഉണ്ട്, സ്വീപ്പർ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് ഈ 10ാം ക്ലാസ്സുകാർക്കും ഇതിനകത്ത് അപേക്ഷിക്കാവുന്നു. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഇതാണ് ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ് ഷുഡ് ബി പാസ്ഡ് ആസ് പെർ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്പെസിഫിക് പോസ്റ്റ്. കാൻഡിഡേറ്റ് മിനിമം പാസ്ഡ് 10th 12th ആൻഡ് ഗ്രാജുവേറ്റ് ആൻഡ് ആസ് പെർ പോസ്റ്റ് ഓർ ഈക്വലന്റ് എക്സാമിനേഷൻ ഫ്രം എ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. 10th മിനിമം 10th പഠിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പേ സ്കെയിൽ എന്ന് പറയുന്നത് 42,000 തൊട്ട് 56,000 വരെയാണ്. എക്സ്പെക്റ്റഡ് സാലറിയാണ് ഇത് ഓരോ പോസ്റ്റിനും അതിൻ്റെതനുസരിച്ചുള്ള മാറ്റം വരും, നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റിന്റെ അനുസരിച്ച്. സെലക്ഷൻ പ്രോസസ് 2 കാര്യങ്ങളെ ഉള്ളൂ. ഒന്ന് നിങ്ങളുടെ ഇന്റർവ്യൂ നടത്തുക. അത് കേരളത്തിലാരെങ്കിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എറണാകുളത്തായിരിക്കും ഇന്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ. ഇന്റർവ്യൂയും ഡോക്യുമെന്റേഷനും ഒരു സമയത്ത് തന്നെ ആയിരിക്കും, അത് ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ, OBC, EWS നില്ലാണ്. SC ST PH ഇതിന് നില്ലാണ്. ഒരു ആപ്ലിക്കേഷൻ ഫീസും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ് ആപ്ലിക്കേഷൻ ഫീസ് ആരെങ്കിലും ഈ ഒരു കാര്യത്തിന് ചോദിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്രോഡാണ്. നിങ്ങൾ ആർക്കും പൈസ കൊടുക്കരുത്. How to apply? Eligible candidate may apply online at the official website on or before the last date and fill out the application form as per the guidelines. ഇതിൽ തന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എന്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആക്സിസ് ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ അപ്ലൈ ചെയ്യുന്ന ആ പേജിലേക്ക് ചെല്ലും. അത് നമുക്ക് അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ തരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ ആക്സിസ് ബാങ്ക് എന്ന് കാണിച്ചുകൊണ്ട് കാരിയേഴ്സ് അറ്റ് ആക്സിസ് ബാങ്ക്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾക്ക് ലൊക്കേഷൻ നോക്കണമെങ്കിൽ ഇവിടെ ലൊക്കേഷൻ വരും. ആ ലൊക്കേഷൻ അനുസരിച്ച് ലൊക്കേഷൻ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര പോസ്റ്റ് ഉണ്ടെന്ന് കാണിക്കും. അത് കണക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരോ ഇല്ലാത്തവരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 0, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ 0 എടുക്കണം. അല്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് 1 വർഷമാണെങ്കിൽ 1 വർഷം, 2 വർഷമാണെങ്കിൽ 2, 3 വർഷമാണെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ ഇത് ഫില്ല് ചെയ്യണം. ഇനി ഇവിടെ വേക്കൻസി തന്നിട്ടുണ്ട്. LS ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്. ഇത് 1 വർഷം തൊട്ട് 3 വർഷം വരെ ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇത് മുംബൈയിലാണ്. അത് കണക്കാണ് ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് താനയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിന്റെ വേക്കൻസി ചെന്നൈയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, മുംബൈയിലുണ്ട്, നമ്മുടെ കേരളത്തിൽ എറണാകുളത്തും ഉണ്ട്.
മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ, മാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ വേക്കൻസി വരുന്നത്. ഇവിടെ ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ തുറക്കുമ്പം ഇവിടെ ഏതെങ്കിലും സെലക്ട് ആണെങ്കിൽ, ഇപ്പം സപ്പോസ് ഞാൻ 0 സെലക്ട് ചെയ്ത് 0 ആയി ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്നത് 1 ഇയർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പൊ 1 ഇയറിന്റെ ഇത്രയും ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു ഇതാണെങ്കിൽ നിങ്ങൾ തുറക്കുമ്പോൾ ഈ പേജിലേക്ക് വരുമ്പം ഇങ്ങനെ എക്സ് ക്ലിയർ ആൾ ഫിൽട്ടർ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പം ഫിൽട്ടർ ക്ലിയർ ആകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം വേക്കൻസി ഇവിടെ കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒരുപാട് 6000 എന്ന് പറഞ്ഞ വേക്കൻസി അത്രയും ഉണ്ട്. നിങ്ങൾ എത്ര താഴോട്ട് പോയാലും അത് തീരുന്നില്ല, വേക്കൻസി താഴോട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. ഇനി നിങ്ങൾക്ക് എവിടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇപ്പം മുംബൈയിലെ എനിക്കൊരു വേക്കൻസി ഇത് BRLS ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റിന്റെ എനിക്ക് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് യു ആർ അപ്ലൈയിങ് ഫോർ RRLS ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്. ഇവിടെ ആ ഡെസിഗ്നേഷൻ കാണിച്ച് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. ഫസ്റ്റ് നെയിം കൊടുക്കണം, മിഡിൽ നെയിം കൊടുക്കണം, ലാസ്റ്റ് നെയിം. നമ്മുടെ മിക്കവർക്കും മലയാളികൾക്ക് മിഡിൽ നെയിം ഇല്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മതി. ഈ മിഡിൽ നെയിം ഓപ്ഷനിലാണ്, അതിൽ വലിയ കാര്യമില്ല. നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്ത് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്ത് ഇവിടെ ആൾറെഡി ഇന്ത്യ വൈ ഡിഫാൾട്ട് വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കണം. ഇവിടെ പിൻകോഡ് കൊടുക്കണം. ഇവിടെ ഐ ആം എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതണോ, അല്ലെങ്കിൽ നോ എന്ന് എഴുതണം. ജെൻഡർ നിങ്ങൾ ഏതാണെന്നുള്ളത് മെയിലാണോ ഫീമെയിലാണോ അതേഴ്സ് ആണോ എന്ന് കൊടുക്കണം. കറണ്ട് സിറ്റി ഏതാണെന്നുള്ളത് ഇവിടെ നിങ്ങൾ എഴുതണം. അത് കണക്ക് തന്നെ നിങ്ങളുടെ റെസ്യൂം ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ അപ്ലോഡ് റെസ്യൂം പറയുന്നുണ്ട്. അപ്ലോഡ് റെസ്യൂം എന്ന് എഴുതിയിട്ട് ഇവിടെ ഈ ബ്രൗസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഫയൽ എവിടെ ഇരിക്കുന്ന അവിടോട്ട് പോകും. നിങ്ങൾക്ക് മൊബൈലിൽ കൂടെ, ടാബിൽ കൂടെ, ലാപ്ടോപ്പ് ഏതിലേക്കൂടെ വേണമെങ്കിലും ഏത് ഡിവൈസ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ വെറുതെ ഞാനൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പം ഞാൻ അത് ചെയ്ത് നിങ്ങൾ PDF ഫയലോ ഡോക്യുമെന്റ് ഫയലോ ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ റിലിവന്റ് എക്സ്പീരിയൻസ് എത്ര വർഷത്തെ ഉണ്ടെന്നുള്ള, 1 വർഷത്തെയാണോ 2 വർഷത്തെയാണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട്. 1 വർഷത്തെയാണോ 2 വർഷത്തെയാണോ അല്ലെ 0 ആണോ നോക്കണം. സെലക്ട്. നിങ്ങൾക്ക് 1 വർഷവും 10 മാസവും ഉണ്ട്, അല്ലെ 2 മാസമാണെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്യണം. പിന്നെ ഇവിടെ ടിക്ക് ചെയ്യണം. ഇവിടെ 1 വർഷം ടിക്ക് ചെയ്തില്ലെങ്കിൽ ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റ് ദ ടേംസ് ഓഫ് യൂസ് ആൻഡ് പ്രൈവസി പോളിസി എന്നുള്ളിടത്ത് നിങ്ങൾ ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ആപ്ലിക്കേഷന് ക്ലിക്ക് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. അപ്പൊ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇത് ഫ്രോഡാണെന്നോ ഈ വെബ്സൈറ്റ് ഇല്ലെന്നോ ഒക്കെ പലരും പറയും. അവർക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ അറിയാൻ മേലാത്തത് കൊണ്ടാണ് അവരങ്ങനെ കമന്റ് ഇടുന്നത്. നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് അനുയോജ്യമായ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ആക്സിസ് ബാങ്കിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം. അതിന് നിങ്ങൾ പൈസയൊന്നും കൊടുക്കണ്ട. അതായത് ഇത് എക്സാം ഫീസ് ഇല്ല, എക്സാമും ഇല്ല. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.